മനുഷ്യ മനസ്സിൻ്റെ താക്കോൽ തൻ്റെ ഉള്ളം കൈയിൽ ഭദ്രമാക്കിയിട്ടുള്ള ഒരു പ്രവാസി മലയാളിയെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ആയിരക്കണക്കിന് പ്രവാസി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്ന് ഡോക്ടർ സിജി രവീന്ദ്രൻ ആശ്രയമാണ്, അത്താണിയാണ്. ഒരിക്കൽ തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അതിന് പരിഹാരം കാണാനായി നടത്തിയ ശ്രമങ്ങളും അന്ന് നേരിട്ട പ്രതിസന്ധികളുമാണ് ഡോക്ടർ സിജിയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീയോളം ആർക്കുമാകില്ല എന്ന തിരിച്ചറിവ് സിജിയെ അന്നൊരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. മനഃശാസ്ത്ര വിഷയത്തിലുള്ള ആഴമേറിയ പഠനം സിജി ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ യാത്രയാണ് ഇന്ന് സിജിയെ പ്രവാസലോകത്തെ തിരക്കുള്ള മനഃശാസ്ത്രജ്ഞയാക്കിയതും പ്രവാസലോകത്തെ നൂറുകണക്കിന് സ്ത്രീകളെ ജീവിതത്തോട് പുഞ്ചിരിച്ച് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ആളാക്കിയതും. വൺസ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നു, ആൻഡ് ഇൻഫാക്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഇതിനെ ഒരു മാജിക് പോലെ എനിക്ക് ചേഞ്ചസ് വന്നപ്പോഴാണ് ദാറ്റ് ഇതിന് ഒരുപാട് ബെറ്റർ രീതിയിൽ എനിക്കിത് ചെയ്യാവുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഡിഫിക്കൽട്ടി ഒരിക്കലും ഞാൻ പറയില്ല, ബിക്കോസ് അതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രീം ഞാൻ പോയി. ദാറ്റ് സൈക്കോളജി ചെയ്യുന്നതിനോടൊപ്പം ബിസൈഡ്സ് ഞാനിതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ പല ഓപ്പർച്യൂണിറ്റീസും നോക്കി. അപ്പോൾ പല കൺട്രീസിലും ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയ ആളുകളോട്, ഇപ്പോൾ NLP എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ജീവനോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ഇപ്പോഴും ജീവനോടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അബ്രോഡ് പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ അതിൻ്റെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്തൊക്കെ ഓരോരോ സ്പെഷ്യലൈസ് ചെയ്തു. ഇപ്പോൾ ഓരോ ഏരിയാസിൽ എവിടെയാണ് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അവർ ലാക്ക് ചെയ്യുന്ന ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇങ്ങനെയുള്ള കുട്ടികൾ, അപ്പോൾ അത് ഞാൻ ഒരു കൺട്രിയിൽ പോയിട്ട് അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തു. ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠനത്തിനായി സഞ്ചരിക്കുകയും 10,000-കണക്കിന് സ്ത്രീകളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് സൈക്കോളജിയിൽ ഒരു ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് സിജി. പുതിയ കാലത്ത് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ കൃത്യമായി മനസ്സിലാക്കാതെയും പരിഗണിക്കപ്പെടാതെയും പോകുന്നു എന്നുള്ളതാണ് തന്നെ അലട്ടുന്നതെന്നും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവർക്ക് ധൈര്യം നൽകലാണ് താൻ ചെയ്യുന്നതെന്നും സിജി പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് പിന്നെ അവർ ബിസിയായിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടും വീട്ടിലെ പണിയൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ആളുകൾക്ക് മേജർ പ്രോബ്ലം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരുമ്പോൾ അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോലും ഇല്ല. ഒത്തിരി ന്യൂസൊക്കെ അരുൺ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായിട്ട് കുഞ്ഞിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കിണറ്റിൽ ഇടുക, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ കോമൺ ആയി. റീസൺ ഇതൊന്നും അക്നോളജ് ചെയ്യാനും ഇതിനെ ജഡ്ജ് ചെയ്യാനും ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഡ്യൂറിങ് മെൻസ്ട്രൽ പീരീഡും ഒക്കെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന കുറേ മൂഡ് ചേഞ്ചസും മൂഡ് സ്വിങ്സും അതേപോലെ അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ വരുന്ന ഒരു സെർട്ടൻ അവരുടെ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ ബാധിക്കും. അപ്പോൾ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു മെൻ്റൽ ഇൽനെസ്സിൽ കൂടെയാണ് പോകുന്നതെന്നുള്ളതൊന്നും ആരും ഐഡൻറ്റിഫൈ. സമൂഹത്തിലെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് പഠനം വിപുലീകരിക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. ആയിരക്കണക്കിന് ആളുകളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് അവരുടെ മനസ്സറിഞ്ഞുള്ള പഠനം. അതിൽ മനസ്സിലായതും ഞെട്ടിക്കുന്ന വസ്തുതകളായിരുന്നു. അവരിലോട്ട് എത്തിപ്പെടാൻ ആക്ച്വലി ഈ പറയുന്ന പോലെ സംശയമായിരുന്നു അവർക്ക് എന്നോടുള്ളത്. ആൻഡ് ദെൻ ഞാൻ ശരിക്കും അവരെ മേ ബി ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പേരിൽ അറിയപ്പെടാതെ അവരുടെ ഒരു ലൈഫ് സൈലൻ്റായിട്ട് അവരുടെ ഇമോഷൻസിനെ എല്ലാം സപ്രസ് ചെയ്ത് ഭയങ്കര ഒരു ബാഡ് മെൻറ്റാലിറ്റിയുടെ കൈൻഡ് ഓഫ് ഹോൾ വേൾഡിനോട് അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം എന്തുകൊണ്ട് അവരെ ആരും അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട്സിൽ. പിന്നെ എന്തിന് ഞാൻ ജീവിക്കുന്നു, ഞാൻ ഒന്നിനും ഞാൻ വേർത്തല്ല ഈ ഭൂമിയിലെന്നൊക്കെയുള്ള അവരിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. സെർട്ടൻ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയും സെർട്ടൻ ആളുകളുടെ ഹെൽപ്പോട് കൂടിയൊക്കെ അവരിലെത്തി. അങ്ങനെയാണ് ഞാൻ വലിയ കമ്മ്യൂണിറ്റിയിലോട്ട് പോയത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ ഇപ്പോൾ ചിലരൊക്കെ എന്നോട് പറയായിരുന്നു, അവർ പുറം ലോകത്തിന് അറിയത്തില്ലായിരിക്കും ചിലരൊന്നും ട്രാൻസ്ജെൻഡർ ആണെന്ന്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു ഇതാണ്, ഇപ്പോൾ ഒരു നൗ ലെറ്റ്സ് സേ ഇപ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ അവരിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ അമ്മമാർ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇവർക്ക് ഓടിച്ചെന്ന് അവരുടെ സാരി എടുത്ത് കൊടുക്കാൻ തോന്നും. സാധാരണ അത് പെൺകുട്ടികൾക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്. പിന്നെ നന്നായിട്ട് ആ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഹോൾ ഡേ ഇരിക്കുക.
എല്ലാ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുങ്ങുന്ന പോലൊക്കെ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഒരാളോട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ അതൊരു വലിയ ക്രൈമായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൺകുട്ടികളുടെ കൂടി ഇരിക്കുന്നതിലും കംഫർട്ട് അവർ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഡീപ്പ് ഇൻസൈഡ്, എസ്പെഷ്യലി രാത്രികളിലൊക്കെ ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തരുന്ന സെയിം ഇമോഷൻ ആയിരിക്കും, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഒരാളോട് പറഞ്ഞാലോ പറഞ്ഞാരോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെയായിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട്, ബിക്കോസ് ഓൾറെഡി ആ കമ്മ്യൂണിറ്റിയിലോട്ട് വന്നവർ ഭയങ്കര ബോൾഡാണ്. ഇപ്പോൾ വർഷങ്ങളായി കുട്ടികളിലെ പ്രശ്നങ്ങളെയും അവരുടെ സ്വഭാവ വൈകല്യങ്ങളെയും കൃത്യമായി പരിഗണിക്കാനും അവയ്ക്ക് പരിഹാരം കാണാനുമായി അഹോരാത്രം പ്രയത്നിക്കുകയാണ് സിജി. അതിനും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണം സിജി വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കൊരു കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു പാറ്റേൺ ഓഫ് ലേണിംഗ്, എനിക്ക് ഡിസ്ലെക്സി ഉണ്ടായിരുന്നു, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാത്സിലും സയൻസിലും ഒക്കെ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ കേട്ടത് കുറേ കമ്പാരിസണും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയുള്ള ഏറ്റവും നന്നായി പഠിക്കുന്നവരെ വെച്ചുള്ള കമ്പയറും, അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കൊള്ളില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, സ്മാർട്ട് ഇനഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. സോ ഇപ്പോഴത്തെ ഒരു വൺസ് ഞാൻ സൈക്കോളജിയിലോട്ട് വന്നപ്പം എൻ്റെ ഫോക്കസ് മോർ ഇൻ ടു ദാറ്റ് ഇങ്ങനെയുള്ള കുട്ടികളെ, എക്സ്പെഷ്യലി കുട്ടികളെ അവരുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ എന്താണോ ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ എന്താണോ അവരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നതും, അല്ലെങ്കിൽ അവരെ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്താലാണ് അവരുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊന്നും പൈസയല്ല എൻ്റെ ഔട്ട്കം, രാദർ ഇതിനൊരു റിസൾട്ട് അവരുടെ ഒരു ബെറ്റർ വേർഷൻ കാണുമ്പോൾ. അതെ, അറിവ് വിൽപ്പനച്ചരക്കാക്കാതെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നതാണ് സിജിയുടെ രീതി. അതിനാൽ തന്നെ പണത്തേക്കാൾ ഉപരി ഈ വിഷയത്തിൽ തനിക്കുള്ള താല്പര്യമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് സിജി പറയുന്നു. ആയിരക്കണക്കിന് മാതാപിതാക്കളാണ് കുട്ടികളിലെ കഴിവുകൾ മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുന്നതിന് സിജിയോട് മനസ്സു നിറഞ്ഞ് ഇപ്പോൾ നന്ദി പറയുന്നത്. മനസ്സിന്റെ സന്തോഷം എന്തെന്ന് അറിയിക്കാൻ ഭയമകറ്റി പുതുജീവിതത്തിലേക്ക് കടക്കാൻ സഹായിക്കുന്ന കോൺക്വർ യുവർ ഫിയർ ടു ലീഡ് എ പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകവും സിജിയുടേതായിട്ടുണ്ട്. അതെ, ഈ പ്രവാസഭൂമിയിൽ ഇങ്ങനെയും വ്യത്യസ്തരുണ്ട്. പണമല്ല, മനസ്സിന്റെ സന്തോഷമാണ് വലിയ സ്വത്തെന്ന് കരുതുന്നവർ. വയനാട് ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിലാണ് പ്രവാസി മലയാളികളും. തങ്ങളാൽ കഴിയും വിധം തങ്ങളുടെ സഹോദരങ്ങളെ ഇങ്ങ് കടലിനിക്കരെന്ന് ചേർത്ത് പിടിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ. കൂടപ്പിറപ്പുകൾ കടലിനക്കരെ ദുരിതമനുഭവിക്കുമ്പോൾ എന്നും ചേർത്ത് പിടിച്ച ചരിത്രമാണ് ഗൾഫ് രാജ്യങ്ങൾക്കും പ്രവാസികൾക്കുമുള്ളത്. വയനാട് ഉരുൾപൊട്ടലിന്റെ വാർത്ത അറിഞ്ഞപ്പോഴും സ്ഥിതി മറ്റൊന്നല്ല. UAE, ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളും അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി സംഘടനകളും വ്യക്തികളുമെല്ലാം കൈമെയ് മറന്ന് തങ്ങളാലാവുന്ന സഹായം എത്തിക്കാൻ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻകാസ്, KMCC, മാസ് ഉൾപ്പെടെയുള്ള പ്രവാസ ലോകത്തെ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിക്കുന്നതിന് പുറമെ ദുരിതബാധിതർക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അബുദാബി കേരള സോഷ്യൽ സെന്റർ, വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ, കലാ കുവൈറ്റ്, കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ കൂട്ടായ്മകളും സഹായം എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മലയാളികളുടെ നേതൃത്വത്തിലുള്ള കമ്പനികളും സഹായ വാഗ്ദാനം ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് KGA ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. വീടിന്റെ പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലം ലഭ്യമായാലുടൻ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും വളരെ വേഗം താക്കോൽ കൈമാറുമെന്നും KGA ഗ്രൂപ്പ് ചെയർമാനും NBTC മാനേജിംഗ് ഡയറക്ടറുമായ KG എബ്രഹാം അറിയിച്ചു. വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം നമ്മളുടെ കേരളത്തെ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെയുള്ള ആൾക്കാരും, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലുള്ള മലയാളികളായ എല്ലാവർക്കും ഇതൊരു വലിയ പ്രയാസം ഉളവാക്കിയ കാര്യമാണ്. പിന്നെ ഈ സംഭവം ആരും വരുത്തിയതല്ല എന്നുള്ളത് കൊണ്ട് നമുക്കാരും കുറ്റം പറയാനൊക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു.
അവിടെ എത്രയോ പേര് മരിച്ചു. 400 പേര് കൂടുതൽ മരിച്ചു. ഇനിയും കുറച്ച് പേരെ കാണാനുണ്ട്. അതിനുവേണ്ടി ആൾക്കാർ അഹോരാത്രം പണിപ്പെടുന്നുണ്ട് അവരുടെ ബോഡിയെങ്കിലും കിട്ടാനായിട്ട്. ആ മരിച്ചവരുടെ കുടുംബത്തിന് കൂടെ ഞങ്ങളും ഞങ്ങളുടേതായ ഖേദം പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ KGA ഗ്രൂപ്പിൻ്റെയും NBTC എന്ന സ്ഥാപനത്തിൻ്റെയും സകല സപ്പോർട്ടും സഹായങ്ങളും അവരോട് കൂടെ എന്നും കാണും. ഇത് സംഭവിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇരുന്നിട്ട് മക്കളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു 50 വീട് നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക, വീട് പോയവർക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ സുനാമി സമയത്ത് 29 വീട് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ തന്നെ വെച്ച് അവരെ ഹാൻഡ് ഓവർ ചെയ്യുക. അങ്ങനെയാണ് കീ നമ്മൾ അവർക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതിന് എൻ്റെ ഡ്രോയിങ് ശരിയായിക്കൊണ്ടിരിക്കുന്നു. അത് എന്നിട്ട് ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളും ഗവൺമെൻറ്റും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി എത്രയും പെട്ടെന്ന് വീട് ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 100ഓളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നാണ് UAE പ്രമുഖ കാർഗോ കമ്പനിയായ ABC അറിയിച്ചത്. ദുരിതബാധിത മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽ പരിചയവും വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ച് ABC കാർഗോയുടെ GCCയിലെ ബ്രാഞ്ചുകളിലാണ് തൊഴിൽ നൽകുക. 009156506983 എന്നീ നമ്പറിലൂടെ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെടാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം കഴിയാവുന്ന അത്ര സാധനങ്ങൾ ശേഖരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് കമ്പനിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. സാധനങ്ങൾ ABC കാർഗോയുടെ നാട്ടിലെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ എല്ലാവിധ അവശ്യ സാധനങ്ങളും ഇത്തരത്തിൽ എത്തിച്ചു നൽകുമെന്ന് ABC കാർഗോ അധികൃതർ വ്യക്തമാക്കി. വയനാട്ടിലെ നമ്മുടെ തന്നെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവാസി സമൂഹം അവർക്ക് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ മുന്നേ പ്രളയമുണ്ടായ സമയത്തും അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളോ അല്ലെങ്കിൽ അഡ്വേഴ്സായ സിറ്റുവേഷനിലോ ABC കാർഗോയും എപ്പോഴും ഇതിൽ പങ്കുചേരാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരുപാട് എയ്ഡ്സ് സാധനങ്ങൾ കസ്റ്റമേഴ്സ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കേരളത്തിലെ കോഴിക്കോട് ഓഫീസിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് വയനാട്ടിലേക്ക് ഈ പറയുന്ന പോലെ ഉപകാരപ്പെടുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള അർഹരായ 100 ആളുകൾക്ക് ജോബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൗദി ജിദ്ദയിലെ പ്രവാസികൾ പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചത്. വ്യവസായികൾ, മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ദുരന്തത്തിനിരയായവർക്ക് പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയവ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രവാസികൾ അറിയിച്ചു. വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഉൾപ്പെടെ മാറ്റിവെച്ച് ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ആലോചനയിലുണ്ടെന്നും ഒറ്റപ്പെട്ടവരെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുകയാണെന്നും പ്രവാസികൾ പറയുന്നു. വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ടവരെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുകയാണ് ഗൾഫ് നാടുകളും പ്രവാസികളും. അറബി ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ഹരിതവൽക്കരിക്കുന്നതിനായി ഒട്ടേറെ പദ്ധതികളാണ് രാജ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ പാർക്കിന്റെ നിർമ്മാണം പോയ വാരം ആരംഭിച്ചു. ആ കാഴ്ചയിലേക്കാണ് ഇനി. വരും വർഷങ്ങളിൽ ഒട്ടേറെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും മേളകൾക്കും സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ് റിയാദ് നഗരം. മേഖലയിൽ ഏറ്റവും സന്ദർശകർ എത്തിക്കൊണ്ടിരിക്കുന്ന നഗരത്തെ പച്ച പുതപ്പിച്ച് അണിയിച്ചൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി ഭരണകൂടം. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാർക്കുകളിൽ ഒന്നിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. റിയാദ് റോയൽ കമ്മീഷനാണ് കഴിഞ്ഞ ആഴ്ച ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയും റിയാദ് റോയൽ കമ്മീഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സമർപ്പിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പുതിയ പാർക്കിന് സൗദിയുടെ രാഷ്ട്രപിതാവായ അബ്ദുൽ അസീസ് രാജാവിന്റെ പേര് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 43 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്ക് നിർമ്മിക്കുക.
നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാൻ 36 മാസം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തര റിയാദിൽ കിങ് സൽമാൻ റോഡിന് വടക്കും, പ്രിൻസ് ഫൈസൽ ബിൻ ബന്ദർ റോഡിന് പടിഞ്ഞാറും, പ്രിൻസ് ബദർ ബിൻ അബ്ദുൽ മുഹസിൻ റോഡിന് കിഴക്കും, അനസ് ബിൻ മാലിക് റോഡിന് തെക്കുമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കിങ് ഖാലിദ് അന്തർദേശീയ വിമാനത്താവളം, പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി എന്നിവയടക്കമുള്ള പ്രധാന സ്ഥാപനങ്ങൾക്ക് സമീപമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പാർക്കിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയും. പാർക്കിനെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നുണ്ട് എന്നതിനാൽ നഗരത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നും സന്ദർശകർക്ക് എളുപ്പത്തിൽ പാർക്കിൽ എത്തിച്ചേരാനും സാധിക്കും. സുസ്ഥിരത മാനദണ്ഡങ്ങളും പരിസ്ഥിതി വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് 4 ബഹിരാഷ്ട്ര കമ്പനികൾ സമർപ്പിച്ച ഏറ്റവും മികച്ച ആശയങ്ങളും രൂപകൽപ്പനകളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് പാർക്കിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാദേശിക പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ തയ്യാറാക്കിയ ഡിസൈനാണ് പാർക്കിന്റെ നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൃക്ഷങ്ങളുടെ ഇനങ്ങളിലും അനുബന്ധ ഡിസൈനുകളിലും 6 പാറ്റേണുകൾ ഈ രൂപകൽപ്പന നൽകുന്നുണ്ട്. ബൊട്ടാനിക്കൽ ഗാർഡനാണ് പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. പാർക്കിന്റെ മധ്യഭാഗത്ത് 2 ലക്ഷം ചതുരശ്ര മീറ്ററിലേറെ വിസ്തൃതിയുള്ള പ്രദേശത്ത് സ്ഥാപിക്കുന്ന ബൊട്ടാനിക്കൽ ഗാർഡനിൽ 200-ലധികം പ്രാദേശിക സസ്യങ്ങൾ ഉണ്ടാകും. 11 കിലോമീറ്ററിലേറെ നീളവും 7,70,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുമുള്ള അൽ സുലൈ വാദിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഷുഐബ് അൽ മുൻസിയ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഭാഗമായി പ്രയോജനപ്പെടുത്തും. സുസ്ഥിര രൂപകൽപ്പനകളുള്ള വാണിജ്യ കെട്ടിടങ്ങളും 2 കിലോമീറ്ററിലേറെ നീളമുള്ള പനോരമിക് പാതയും ബൊട്ടാനിക്കൽ ഗാർഡന്റെ പ്രത്യേകതയായിരിക്കും. വ്യത്യസ്ത മരങ്ങളും കുറ്റിച്ചെടികളും തിരഞ്ഞെടുത്ത് ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കാനും പക്ഷികൾക്കും ചിത്രശലഭങ്ങൾക്കും ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കും. ഉയർന്ന പ്രദേശങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, മരുഭൂമി ഉദ്യാനങ്ങൾ എന്നിവയാണ് പാർക്കിലെ മറ്റ് 5 ഡിസൈൻ പാറ്റേണുകളിൽ ഉൾപ്പെടുന്നത്. റിയാദ് നഗരത്തിന്റെ പരിസ്ഥിതിക്കിണങ്ങുന്ന ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത 20 ലക്ഷത്തിലധികം മരങ്ങളും പാർക്കിന്റെ വിസ്തൃതിയുടെ 65% സ്ഥലത്തും തണലുകൾ ഒരുക്കും. പാർക്കിലെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക് ശുദ്ധീകരിച്ച വെള്ളമാണ് ഉപയോഗിക്കുക. പാർക്കിൽ 11 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിരിക്കും ജലാശയങ്ങളും താഴ്വരകളും ഉണ്ടാക്കുക. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാതകൾക്കാകെ 115 കിലോമീറ്റർ നീളമുണ്ടാകും. 30 സ്പോർട്സ് ഏരിയകളും കുട്ടികൾക്കുള്ള 24 കളിസ്ഥലങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഓപ്പൺ തിയേറ്ററുകളും റെസ്റ്റോറൻറ്റുകളും മറ്റും ഇവിടെ ഉണ്ടാകും. ആഗോള താപനം അടക്കമുള്ള കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പദ്ധതികളാണ് ഇതിനോടകം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങിയതിന്റെ ഫലങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ രാജ്യത്തെ പൊടിക്കാറ്റിന്റെ അളവ് 60% കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവും വർഷപാതം വർദ്ധിച്ചതും പച്ചവിരിച്ച പ്രദേശങ്ങളുടെ സംരക്ഷണത്തിന് പരിസ്ഥിതി, ജല, കൃഷി മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളും അടക്കമുള്ള ഘടകങ്ങളാണ് പൊടിക്കാറ്റ് കുറയാൻ കാരണമെന്നാണ് സാൻഡ് ആൻഡ് ഡസ്റ്റ് സ്റ്റോം വാർണിംഗ് റീജിയണൽ സെന്റർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം റിയാദിൽ ഒരു പൊടിക്കാറ്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.